നമസ്കാരം. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ മുതൽ +1 ഫിസിക്സ് ഈസി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്നൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. സ്മിത ഹരിദാസ് എന്ന ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഞാൻ 2009 മുതൽ കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ സജീവമാണ്. എന്റെ അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ക്ലാസുകൾ ഇടുന്നത്. പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം. ഇനി പരീക്ഷാ ദിവസം വരെ പരമാവധി ക്ലാസുകൾ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ 5 ചോദ്യോത്തരങ്ങൾ വിശദമായി പരിശോധിച്ചു. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന 7ാം അധ്യായത്തിൽ നിന്നാണ്. 8 വീഡിയോ ക്ലാസുകൾ ഒരു ടോപ്പിക് പോലും വിടാതെ ഞാനിതിൽ നൽകിയിട്ടുണ്ട്. ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിച്ച് ക്ലാസുകൾ കാണണം, പഠിക്കണം. ഓവർ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. Ramesh observes the motion of an insect in a circle. He finds that it travels 6 revolutions in an anti-clockwise direction for a time of 31.4 seconds. ഇക്കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കുലർ മോഷൻ ആണ്. A part, find the angular velocity of the insect. ഇപ്പോൾ ആംഗുലർ മോഷനിലുള്ള റൊട്ടേഷൻ മോഷനിലുള്ള ഇൻസെക്റ്റിന്റെ ആംഗുലർ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അതിന് നമുക്ക് ടൈം പീരീഡ് അറിയണം. എന്താണ് ടൈം പീരീഡ്? ടൈം ഫോർ 1 കംപ്ലീറ്റ് റെവല്യൂഷൻ, അതാണ് ടൈം പീരീഡ് എന്നാൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 31.4 സെക്കൻഡ്സിൽ 6 റെവല്യൂഷൻസ് ഉണ്ടെന്നാണ്. അതുകൊണ്ട് ഒരെണ്ണത്തിനെടുക്കുന്ന സമയം എന്നത് 31.4 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. അത്രയും സെക്കൻഡ് ആയിരിക്കും ടൈം പീരീഡ്. ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന ഗ്രീക്ക് ആൽഫബറ്റ് വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ 2π/T എന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1.2 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വാല്യൂസ് കൊടുത്തിരിക്കുന്നത് നോക്കുക. റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് റേഡിയനിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. ബി പാർട്ട്. ഇഫ് ദ ഇൻസെക്ട് ട്രാവൽസ് 4 revolutions in the clockwise direction for a time of 8.6 seconds, what will be the angular speed averaged over the total time? ഇവിടെയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലോക്ക് ഡിറക്ഷനിലാണ് റൊട്ടേഷൻ എന്ന് മാത്രം. ടൈം പീരീഡ് ആദ്യം കണ്ടുപിടിക്കണം. 8.6 സെക്കൻഡിൽ 4 റെവല്യൂഷൻസ് ആണ്. അപ്പോൾ ടൈം പീരീഡ് 8.6 ഡിവൈഡഡ് ബൈ 4 സെക്കൻഡ് ആയിരിക്കും. ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു 2π/T. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഇൻസെക്ട് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ആംഗുലർ വെലോസിറ്റി 2.92 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ. 3ാമത്തെ ചോദ്യം, 6ാമത്തെ ക്വസ്റ്റ്യന്റെ 3ാമത്തെ പാർട്ട്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇൻ ടേംസ് ഓഫ് ദി ആംഗുലർ സ്പീഡ് ഒമേഗ എന്നതാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. 6ാമത്തെ ചോദ്യത്തിന്റെ സി പാർട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. നോട്ട്സ് തന്നിട്ട് വിശദീകരിക്കുന്ന രീതിയിലാണ് ക്ലാസുകൾ പുരോഗമിക്കുന്നത്. നോട്ട്സ് വ്യക്തമായി കാണുന്നതിന് വേണ്ടി വീഡിയോ ക്വാളിറ്റി ബെറ്റർ ആക്കിയിടണം. വലതുവശത്ത് മുകൾ ഭാഗത്തുള്ള 3 ഡോട്ടുകൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോണില് വീഡിയോ ക്വാളിറ്റി ആവശ്യാനുസരണം സെറ്റ് ചെയ്തിടാൻ പറ്റും. 720 പിക്സലിലാക്കി ഇടുക. ഫുൾ സ്ക്രീനിലും കൂടി ആക്കിയിട്ടാൽ നോട്ട്സ് ക്ലിയർ ആയി കാണാം. സ്ക്രീൻഷോട്ട് എടുക്കുകയും ആവാം. അത് നോക്കി എഴുതിയെടുക്കാം. ഓക്കെ. ഇനി വൈഫൈ ഉള്ളവരാണെങ്കിൽ 1080 പിക്സലിലാക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്താൽ കാണാൻ പറ്റുന്നതാണ്.
സൗകര്യപ്രദമായി നോട്ട്സ് കാണുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇൻ ടേംസ് ഓഫ് ആംഗുലർ വെലോസിറ്റി ഒമേഗ, അതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ്. A = r⍵² എന്നുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. വേർ r ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്. ഓക്കെ. സർക്കുലർ പാത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ട്, പറയുന്നത് ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. സർക്കുലർ പാത്തിലെ 2 പോയിന്റ്സ് ആണ് എയും ബിയും. എ എന്ന പോയിന്റിലെ വെലോസിറ്റി ടാൻജൻഷ്യലായി v എന്ന് കാണിച്ചിട്ടുണ്ട്. ബി എന്ന പോയിന്റിലെ വെലോസിറ്റി v + Δv ആണ്. അപ്പോഴുണ്ടാകുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് Δθ ആണ്. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിൽ എത്താൻ Δθ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി Δv ആണെന്നുള്ള അസംഷനിലാണ് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഇനി ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. v വെലോസിറ്റിയുള്ള പോയിന്റ് Q എന്നും v + Δv വെലോസിറ്റി ഉള്ള പോയിന്റ് R എന്നും കാണിച്ചിരിക്കുന്നു. ഓക്കെ. Δv ചേഞ്ച് ഇൻ വെലോസിറ്റി Δθ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിനാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്കിവിടെ ട്രയാങ്കിളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം Δθ = Δv/v എന്നാണ്, അല്ലെങ്കിൽ v Δθ = Δv എന്നതാണ്. ഓക്കെ. ഈ അസംഷനിലേക്ക് എത്തിച്ചേർന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് Δθ വളരെ ചെറുതാണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ്. Δθ ടെൻസ് ടു 0 എന്നുള്ള അസംഷനിലാണ് v Δθ = Δv എന്നുള്ള റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ലീനിയർ വെലോസിറ്റി ആണ് v. അതിനെ ആംഗുലർ വെലോസിറ്റി ഒമേഗയുടെ ടേംസിൽ എഴുതണം. v = r⍵. ഈ റിലേഷൻഷിപ്പ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ അതിൽ കാണാൻ പറ്റുന്നതാണ്. ഞാനിത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. v = r⍵ എന്നുള്ള ഇക്വേഷൻ. v Δθ = Δv എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ r⍵ Δθ = Δv എന്ന് കിട്ടുന്നതായിരിക്കും. നമുക്ക് Δt ടൈം ഇന്റർവെല്ലിലാണ് Δθ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് എന്നറിയാം. Δt വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പോ കിട്ടുക r⍵ × Δθ/Δt = Δv/Δt എന്നാണ്. Δθ/Δt ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം, അതിനെ പറയുന്ന പേരാണ് ആംഗുലർ വെലോസിറ്റി. Δv/Δt ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അതിനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ. ഓക്കെ. അപ്പോ നമുക്ക് ഇക്വേഷൻ ഇനി റീഅറേഞ്ച് ചെയ്ത് എഴുതണം. കാൽക്കുലസിന്റെ ഭാഷ കൊടുക്കണം. ടൈം ഇന്റർവൽ വളരെ ചെറുതാണെന്നിരിക്കട്ടെ, ലിമിറ്റ് Δt ടെൻസ് ടു 0 ആണെങ്കിൽ r⍵ ലിമിറ്റ് Δt ടെൻസ് ടു 0 Δθ/Δt = ലിമിറ്റ് Δt ടെൻസ് ടു 0 Δv/Δt. അപ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ അസംഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക. v Δθ = Δv എന്ന് എടുക്കാൻ സാധിക്കുക. ഓക്കെ. സോ Δθ/Δt നമ്മൾ പറഞ്ഞു ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. Δv/Δt അത് ആക്സിലറേഷൻ a ആണ്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ലിമിറ്റ് Δθ ടെൻസ് ടു 0 Δθ/Δt പറയുന്ന പേര് dθ/dt എന്നാണ് കാൽക്കുലസിന്റെ ഭാഷയിൽ. അതുപോലെ ലിമിറ്റ് Δt ടെൻസ് ടു 0 Δv/Δt പറയുക dv/dt എന്നാണ്. അങ്ങനെയാകുമ്പോ നമ്മുടെ ഇക്വേഷൻ കിട്ടുക r⍵ dθ/dt = dv/dt എന്നാണ്. dθ/dt ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതാണ് ആംഗുലർ വെലോസിറ്റി ഒമേഗ. dv/dt എന്നുള്ളതാണ് നമ്മുടെ ലീനിയർ ആക്സിലറേഷൻ a.
So we have the relation r omega into omega equal to acceleration a, or acceleration a equal to r omega square. Okay. So r omega square ആണ് നമ്മുടെ ആംഗുലർ ആക്സിലറേഷൻ വരുന്നത്. ക്ലിയർ? ഈ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഏഴാമത്തെ ചോദ്യം +1 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നിന്നാണ്. ഇലാസ്റ്റിസിറ്റി ആണ് ഇവിടുത്തെ ടോപ്പിക്. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു കമ്പി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ കമ്പിയെ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പി പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് കാണാൻ പറ്റും. ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വസ്തുവിനൊരു സ്ട്രെയിൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ ഡയമെൻഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുക. ഇലാസ്റ്റിസിറ്റി എന്നാൽ the property of a material by virtue of which it regains its original shape on the removal of the deforming force. ഒരു വസ്തുവിന് രൂപപരിണാമം വരുത്താൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ വസ്തു പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് എങ്കിൽ ആ വസ്തു ഇലാസ്റ്റിക് ആണെന്ന് പറയും. ഹൂക്സ് ലോയാണ് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് ഹൂക്സ് ലോ പറയുന്നത്. സ്ട്രെയിൻ കുറവായ മെറ്റീരിയൽസിന് ഇലാസ്റ്റിസിറ്റി കൂടുതൽ ഉണ്ടായിരിക്കും. ഇത്രയും മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഓക്കെ, ചോദ്യത്തിലേക്ക് വരുന്നു. ഇലാസ്റ്റിസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ദാറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അറ്റോമിക് പാക്കിംഗ്. ഫോർ ആൻ ഇലാസ്റ്റിക് സോളിഡ് stress applied is directly proportional to strain produced in it. അപ്പൊ ഇതാണ് ഹൂക്സ് ലോ പറയുന്നത്. The stress versus strain graph for 3 materials A, B and C are shown below. 3 മെറ്റീരിയലുകളുണ്ട് നമുക്ക് A, B, C. അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ് കാണിച്ചിരിക്കുന്നത്. A പാർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക് എന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, എ ആണോ ബി ആണോ സി ആണോ കൂടുതൽ ഇലാസ്റ്റിക് എന്ന് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. നമ്മൾ സൂചിപ്പിച്ചു, സ്ട്രെയിൻ ഏതിനാണോ കുറവുള്ളത് അതായിരിക്കും കൂടുതൽ ഇലാസ്റ്റിക്. എയുടെ സ്ട്രെയിൻ ആണ് ഏറ്റവും കുറവായിട്ട് വരുന്നത് അല്ലേ? അതിനേക്കാൾ കൂടുതലാണ് ബിയുടെ സ്ട്രെയിൻ. ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത് സി ആണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം, എ ആണ് ഏറ്റവും ഇലാസ്റ്റിക് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബി, ലെസ് ഇലാസ്റ്റിക് ആയിട്ട് ഇവിടെ ഉള്ളത് സി എന്ന മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, വിശദീകരണം നോക്കിക്കോളൂ. ദ സ്ട്രെയിൻ ഓഫ് മെറ്റീരിയൽ എ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് അതർ മെറ്റീരിയൽസ്. If these materials are subjected to the same deforming force, then the extension for A will be less than that of B and C. അപ്പോ കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ളത് എക്സ്റ്റൻഷൻ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന, സ്ട്രെയിൻ കുറച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കും. നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ട്രെയിൻ എക്സ് ആക്സിസിലല്ലേ സ്ട്രെയിൻ വരുന്നത്. സ്ട്രെയിൻ ഏറ്റവും കുറവ് വരുന്നത് എ എന്ന മെറ്റീരിയലിനാണ്. സോ ദാറ്റ് ഈസ് മോർ ഇലാസ്റ്റിക്. ഓക്കെ, ബി പാർട്ട്. ഇഫ് ദി ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഈസ് 2 × 10⁹ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2, ഫൈൻഡ് ഇറ്റ്സ് കംപ്രസിബിലിറ്റി. ബൾക്ക് മോഡുലസ് തന്നു കഴിഞ്ഞാൽ കംപ്രസിബിലിറ്റി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണ് കംപ്രസിബിലിറ്റി എന്ന് പറയുക. സോ കംപ്രസിബിലിറ്റി ഈക്വൽ ടു 1 ബൾക്ക് മോഡുലസ്. നമുക്ക് കിട്ടുക 5 × 10⁻⁻10 പാസ്കൽ റേസ് ടു -1 എന്നായിരിക്കും. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 പറയുന്ന പേരാണ് പാസ്കൽ എന്ന്.
കംപ്രസിബിലിറ്റി അതിന്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് യൂണിറ്റ് പാസ്കൽ റേസ് ടു -1 ആയിരിക്കും. കൂടുതൽ പിന്നീട് വിശദീകരിക്കാം. സി പാർട്ടിലേക്ക് പോകുന്നു. വൈ ആർ ഗേർഡേഴ്സ് ഫോർ സപ്പോർട്ടിംഗ് റൂഫ്സ് ആർ മെയ്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ലെറ്റർ ക്യാപിറ്റൽ ഐ. ക്യാപിറ്റൽ ഐ എന്ന ലെറ്ററിന്റെ പോലെയാണ് പാലങ്ങളുടെയും മറ്റും ഗർഡറുകൾ, വീടിലെ ബീമും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതെന്തിനാണെന്നാണ് ചോദ്യം. ബക്ലിംഗ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗിർഡേഴ്സ് ഐ ഷേപ്പിൽ നിർമ്മിക്കുന്നത്. കൂടുതൽ ഇക്വേഷനൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ തുടർന്നുള്ള ക്ലാസ്സുകളിൽ. ഇപ്പൊ തൽക്കാലം 1 വേർഡ് ആൻസർ ആയിട്ട് ഇത് മനസ്സിലാക്കുക. ടു അവോയ്ഡ് ബക്ലിംഗ്, ഗിർഡേഴ്സ് ആർ മെയ്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ലെറ്റർ ക്യാപിറ്റൽ ഐ. ക്ലിയർ? 8ാമത്തെ ചോദ്യം +1 ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്ററായ ഫ്ലൂയിഡ്സിൽ നിന്നുള്ളതാണ്. ഫ്ലൂയിഡ്സിലെ എല്ലാ ടോപ്പിക്സും ഒന്നുപോലും വിടാതെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കണം, പാഠങ്ങളെല്ലാം കാണണം, പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദ്യത്തിലെ ആദ്യത്തെ ഭാഗം സർഫസ് ടെൻഷനിൽ നിന്നുള്ളതാണ്. വസ്ത്രങ്ങൾ അഴുക്ക് പിടിച്ചിരിക്കുമ്പോൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സോപ്പ് കൂടി ഉപയോഗിക്കാറുണ്ട്. വെള്ളം മാത്രം ഉപയോഗിച്ചാൽ അഴുക്കിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം വെള്ളത്തിന് അഴുക്കിനെ നനയ്ക്കാനുള്ള കഴിവില്ല. അവിടെ സർഫസ് ടെൻഷൻ കൂടുതലാണ്. സോപ്പ് ചേർത്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വാട്ടർ ഡേർട്ട് ഇന്റർഫേസ് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുക വെള്ളത്തിലേക്ക് സോപ്പ് ചേർത്ത് കഴിയുമ്പോൾ. അങ്ങനെയാവുമ്പോൾ സർഫസ് ടെൻഷൻ കുറയുകയും അഴുക്കിനെ വെള്ളത്തിന് നനയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. എളുപ്പത്തിൽ അഴുക്കിനെ റിമൂവ് ചെയ്യാനും പറ്റുന്നു. ഓക്കെ, ഇനി ബി പാർട്ട് പറയാം. 8ാമത്തെ ചോദ്യത്തിന്റെ ബി പാർട്ട് നോക്കാം. എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ലിക്വിഡ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 8 ഐഡന്റിക്കൽ ഡ്രോപ്സ്. What will be the excess pressure inside each drop? ഒരു വലിയ ഡ്രോപ്പ് ഉണ്ട്, അത് ചെറിയ 8 ഡ്രോപ്പുകളായി സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡ്രോപ്പിനുള്ളിലെയും എക്സസ് പ്രഷർ എത്ര വീതമായിരിക്കും എന്നാണ് ചോദ്യം. എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്സ് ആൻഡ് ബബിൾസ് ഡെറിവേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കണം, ക്ലാസ് കാണണം, പഠിക്കണം. ഓക്കെ, എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ 2S/R, where S is the surface tension and R is the radius of the drop. നമുക്ക് ഒരു വലിയ ഡ്രോപ്പും 8 ചെറിയ ഡ്രോപ്പുകളുമാണുള്ളത്. വലിയ ഡ്രോപ്പിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്നിരിക്കട്ടെ, 8 ചെറിയ ഡ്രോപ്പുകളുടെ റേഡിയസ് സ്മോൾ r വീതമാണെന്നിരിക്കട്ടെ. വോളിയം ഈക്വൽ ആയിരിക്കും. അതായത് വോളിയം ഓഫ് ദി ലാർജ് ഡ്രോപ്പ് ഈസ് ദ സെയിം ആസ് 8 into വോളിയം ഓഫ് എ സിംഗിൾ ഡ്രോപ്പ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. വോളിയം ഇക്വേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ R ആണ് വലിയ ഡ്രോപ്പിന്റെ റേഡിയസ്, സ്മോൾ r ആണ് ചെറിയ ഡ്രോപ്പുകളുടെ ഓരോന്നിന്റെയും റേഡിയസ്. 4/3 പൈ ക്യാപിറ്റൽ R ക്യൂബ് ഈക്വൽ ടു 8 into 4/3 പൈ സ്മോൾ r ക്യൂബ്. നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പ് സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R/2 എന്നുള്ളതാണ്. എക്സസ് പ്രഷർ ഇൻസൈഡ് സ്മോൾ ഡ്രോപ്പ് ആണ് ചോദ്യം. Excess pressure inside small drop is given by the expression 2S/small r. സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആറിലുള്ള എക്സ്പ്രഷൻ എഴുതണം, which is small r equal to capital R/2. So we have the expression for the excess pressure inside the small drop equal to 2S/capital R/2 or 2 into 2S/capital R. 2S/capital R എന്നുള്ളത്
എക്സസ് പ്രഷർ ഇൻസൈഡ് ലാർജ് ഡ്രോപ്പ് ആണ്. അതായത് ചെറിയ ഡ്രോപ്പുകൾ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? എക്സസ് പ്രഷർ ഇൻസൈഡ് ദ സ്മോൾ ഡ്രോപ്പ് ഇൻക്രീസസ് ട്വൈസ്, ഇരട്ടിയാകും. ക്ലിയർ? എട്ടാമത്തെ ചോദ്യത്തിന്റെ സി പാർട്ട് ഇനി ഡിസ്കസ് ചെയ്യാം. ഹൗ ക്യാൻ ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് എ ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ സ്റ്റോക്സ് മെത്തേഡ്? നമുക്കിവിടെ എ റേഡിയസും റോ ഡെൻസിറ്റിയുമുള്ള ഒരു സ്ഫിയർ സിഗ്മ ഡെൻസിറ്റിയും ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുമുള്ള ഒരു മീഡിയത്തിൽ കൂടി താഴേക്ക് വീഴുന്നു എന്ന് കരുതാം. സ്ഫിയറിൽ അനുഭവപ്പെടുന്ന വിസ്കസ് ഫോഴ്സ് വിശദീകരിക്കുന്നത് സ്റ്റോക്സ് ഫോർമുല പ്രകാരമാണ്, വിച്ച് ഈസ് ഗിവൺ ബൈ F equal to 6 pi small a eta small v, where small v is the velocity of fall of the sphere. This force is acting in the upward direction. വിസ്കസ് ഫോഴ്സ് അപ്വേർഡ് ഡിറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഒരു വസ്തു താഴേക്ക് വീണുകൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അക്കാരണത്താൽ ഒപ്പോസിംഗ് വിസ്കസ് ഫോഴ്സും കൂടിക്കൊണ്ടിരിക്കും. വിസ്കസ് ഫോഴ്സ് എന്നത് സ്ഫിയറിന്റെ മീഡിയത്തിലുള്ള വെയിറ്റിന് തുല്യമാകുമ്പോൾ സ്ഫിയറിൽ അനുഭവപ്പെടുന്ന നെറ്റ് വെയിറ്റ് എന്നത് 0 ഇങ്ങനെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്ഫിയർ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി താഴേക്ക് വീഴുന്നത് ആക്സിലറേഷൻ ഇല്ലാതെ കോൺസ്റ്റന്റ് വെലോസിറ്റിയോടെ ആയിരിക്കും. ദിസ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഈസ് കോൾഡ് ദി ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. വിവിധ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ഇക്വേറ്റ് ചെയ്താൽ മതി. ദ വെയിറ്റ് ഓഫ് ദി ബോഡി ഇൻ ദ മീഡിയം is equal to volume into net density of the body into acceleration due to gravity g. അല്ലെ, വെയിറ്റ് mg എന്നുള്ളതാണ് ഇക്വേഷൻ. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി വോളിയം ഇൻറ്റു ഡെൻസിറ്റി എടുക്കാം. എ റേഡിയസ് ആകുമ്പോൾ വോളിയം എന്തായിരിക്കും? 4/3 പൈ എ ക്യൂബ് ആയിരിക്കും. നെറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ മൈനസ് സിഗ്മ ആയിരിക്കും. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. അപ്പോ മാസ് എന്ന് വരുന്നത് 4/3 പൈ എ ക്യൂബ് റോ മൈനസ് സിഗ്മ ആയിരിക്കും. പിന്നെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ബോഡി ഇൻ ദ മീഡിയം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം. വിസ്കസ് ഫോഴ്സ് 6 പൈ ഈറ്റ എ വി സഫിക്സ് ടി ഈക്വൽ ടു 4/3 പൈ എ ക്യൂബ് റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി, വേർ വി സഫിക്സ് ടി പ്രോഡക്റ്റ് പോലെയല്ല എഴുതേണ്ടത്, വിയുടെ സഫിക്സ് ആയിട്ട് വേണം ടി എഴുതാൻ. വി സഫിക്സ് ടി ഈസ് കോൾഡ് ദി ടെർമിനൽ വെലോസിറ്റി. നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ടേം ആണ്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇക്വേഷൻ എഴുതണം. ഈറ്റ ഈക്വൽ ടു 2/9 എ സ്ക്വയർ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ വി. ഇവിടെ RHSല് ഡിനോമിനേറ്ററിൽ ഈറ്റയ്ക്ക് പകരം ടെർമിനൽ വെലോസിറ്റി വി അല്ലെങ്കിൽ വി സഫിക്സ് ടി ആണ് വരുന്നത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. LHS കറക്റ്റ് ആണ്, ഈറ്റ തന്നെ. ഈറ്റ ഈക്വൽ ടു 2/9 എ സ്ക്വയർ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ബൈ വി ആണ് വരുന്നത്. അപ്പൊ ഇക്വേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ഈറ്റ ഈക്വൽ ടു 2/9 എ സ്ക്വയർ റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ വി. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ക്ലാസ്സുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവര് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ക്ലാസ്സിൽ വിശദമാക്കി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നാളെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.